വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബലൂൺ സെല്ലറുടെ കഥയുണ്ട്. ബലൂൺ സെല്ലർ ബലൂൺ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റിലോട്ട് എത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സുള്ള ബലൂണുകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അങ്കിൾ, ഈ നീല കളറിലുള്ള ഈ ബലൂൺ ഇത് ആകാശത്തോട്ട് പറന്നു പോകും. അപ്പോൾ അയാൾ പറഞ്ഞു, യെസ്, പറന്നു പോകുമല്ലോ, എന്താ സംശയം, അത് പറന്നു പോകും, അതിന് നീല കളറ് പ്രശ്നമല്ല. അപ്പോൾ അയാൾ അടുത്ത ചോദ്യം ചോദിച്ചാൽ, പയ്യൻ അടുത്ത ചോദ്യം ചോദിച്ചാൽ എൻ്റെ അടുത്ത്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഞ്ഞ കളറിലുള്ളതോ? അപ്പോൾ അയാൾ പറഞ്ഞു, മോനെ, മഞ്ഞ കളറിലുള്ളതും പറക്കും. അപ്പോൾ വീണ്ടും ഇവൻ്റെ അടുത്ത ചോദ്യമായിട്ട് വരിക, ഈ കുട്ടികൾ അങ്ങനെയാണല്ലോ, അപ്പോൾ ഈ ചുവന്ന കളറിലുള്ളതോ? അപ്പോൾ അയാൾ പറഞ്ഞു, അതും പറന്നു പോകും, എന്താ നിൻ്റെ പ്രശ്നം ചോദിച്ചു. അപ്പോൾ ഇയാൾ അടുത്ത ചോദ്യം ചോദിക്കാൻ നിൽക്കുക, ഈ കറുത്ത കളറിലുള്ള. ഇയാൾക്ക് ദേഷ്യം വന്നു ബലൂൺ സെല്ലർക്ക്. ബലൂൺ സെല്ലർ പറഞ്ഞു, മോനെ, കളറല്ല ഇത് പറക്കുന്നതിനുള്ള ആധാരം, ഇതിനകത്തുള്ള സാധനം എന്താണ്, ഇതിന് ഫില്ല് ചെയ്തിരിക്കുന്ന എയർ എന്താണ്, അതാണ് ഇതിനെ പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഇതുതന്നെ എനിക്ക് നമ്മുടെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ കളറല്ല നമ്മളെ വിജയിപ്പിക്കാൻ പ്രാപ്തരാക്കുക, നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളായിരിക്കുന്ന മേഖലയിൽ നമുക്ക് ഉയരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും കയറ്റണം, അല്ലേ? അതിനു വേണ്ടി പഠിക്കണം, നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് തോന്നും നമുക്കെല്ലാം അറിയാമെന്ന്. എല്ലാം അറിയാമെന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയത്. അപ്പം ആ കൊച്ചു പറഞ്ഞില്ലേ, ചിലവരത് ശരിയാവും, ചിലവരത് ശരിയാവില്ല, എൻ്റെ എന്തോ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നതിൽ നിന്ന് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ വലിയ റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ട്രൈ സബ്ജക്റ്റാണ്, പക്ഷേ ചിന്തിക്കാനുള്ള സംഭവമാണ്. അപ്പം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കുക, നമ്മുടെ സ്റ്റഫ് എന്താണെന്നുള്ളത് നോക്കുക, നമ്മുടെ സ്കിൽ എന്താണെന്ന് നോക്കുക, എവിടെയാണ് നമ്മൾ കൂട്ടേണ്ടത് കൂട്ടുക തന്നെ വേണം, എവിടെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത് അത് നമ്മൾ കുറയ്ക്കുക തന്നെ വേണം. ഐ വിഷ് യു ഓൾ സക്സസ്.